എല്ലാവർക്കും ഗീക്കിൻസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമൻസിനെ കുറിച്ചാണ്. അപ്പോൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന എത്ര ബിഗിനർ ആണെങ്കിൽ കൂടിയും ചിലപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമായിരിക്കും കമൻസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഡിസ്കഷൻ പോലെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ അശ്വിൻ കൂടെയുണ്ട്. അശ്വിൻ, വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കമൻസിനെ കുറിച്ച് ഏതായാലും ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ? താങ്ക് യു ഷുർ. സോ ബേസിക്കലി കമന്റ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ പ്രോഗ്രാമിങ്ങില് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ലൈക്ക് യൂസറിന് മാത്രം റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്നതാണ്. കമ്പ്യൂട്ടർ കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ അത് ഇഗ്നോർ ചെയ്യും. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമറിന് മാത്രം. അതെ അതെ, നമ്മളിപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ നമ്മളൊരു നോട്ട്സ് ആയിട്ട് എഴുതുന്ന പോലെ അങ്ങനെ കൺസിഡർ ചെയ്യാണെങ്കിൽ അല്ലേ? അതന്നെ. ഓക്കെ, നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് പഠിക്കുവാണെങ്കിൽ നമ്മൾ ചില വേർഡ്സോ അല്ലെങ്കിൽ സെന്റൻസോ നമുക്ക് മനസ്സിലാവാണ്ട് നമ്മൾ പണ്ട് മലയാളത്തിൽ അതിന്റെ മേളിൽ എഴുതി വെക്കും. സെയിം പ്രോസസ് തന്നെയാണ് നമ്മൾ പ്രോഗ്രാമിംഗിൽ ചെയ്യുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ ഇത്ര സിമ്പിൾ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും കമൻസ് എഴുതുമ്പോൾ ആൾക്കാർ അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പലപ്പോഴും ഡെവലപ്പേഴ്സ് ഫോളോ ചെയ്യാറില്ല. കാരണം ഇത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയല്ലേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എഴുതുക എന്നുള്ളതല്ലല്ലോ. ചെയ്യേണ്ട രീതിയിൽ അത് ഒപ്റ്റിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏതായാലും ഒന്ന് കമൻസിനെ കുറിച്ച് ജനറൽ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ കമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ ലാംഗ്വേജിലും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ C# എഴുതുന്ന പോലെ അല്ല പൈത്തണിൽ കമന്റ് എഴുതുന്നത്. അപ്പോൾ എങ്കിലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ട് ടൈപ്പും ഉണ്ട്. സിംഗിൾ ലൈനും എഴുതുന്നുണ്ട്, മൾട്ടി ലൈൻ. അങ്ങനെ രണ്ട് തരം കമന്റ്സ് ഉണ്ട്. അപ്പം നോർമലി കമൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ നമ്മുടെ കോഡിനെ കുറിച്ച് എഴുതി വെക്കണം. ഇപ്പോൾ കണ്ടോ, ഇവിടെ C# ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഒരു കമൻറ്റ് എഴുതിയിട്ടുണ്ട്. ഇതൊരു ചേഞ്ചാണ്. അത് പഴയ .NET ആപ്ലിക്കേഷൻസിൽ ഇങ്ങനെയല്ല. അപ്പോൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഇത് ചെക്ക് ചെയ്യുക. കണ്ടോ, ഒരു എക്സ്ട്രാ പീസ് ഓഫ് ഇൻഫർമേഷൻ അതൊരു കമൻറ്റായിട്ട് എഴുതാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് സപ്പോസ് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൈൻസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണ്ട. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും കുറച്ച് ഏരിയ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യരുതെങ്കിൽ അതിനെയും തൽക്കാലത്തേക്ക് കമൻ്റ് ആയിട്ട് വെക്കാം. അപ്പോൾ ഇതാണ് കമൻസിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ആൾക്കാർ യൂസ് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ലൈക്ക് ഈ രണ്ട് കാര്യത്തിനല്ല, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും മീനിങ് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്തതെന്ന് എഴുതി വെക്കുക എന്നുള്ളതിനാണ് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കെന്നാലേ ഇപ്പോൾ ജനറലി ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് നോക്കാം അല്ലേ? ഇപ്പോൾ പറഞ്ഞത് തന്നെയാണല്ലോ, കാര്യം അറിഞ്ഞ് യൂസ് ചെയ്യണം നമ്മൾ. അപ്പോൾ നമുക്കെന്നാൽ അതിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു പാറ്റേൺ ഒന്ന് നോക്കാം, എങ്ങനെയാണ് കമൻറ്റ്സ് എഴുതേണ്ടതെന്നുള്ളത്. ഒട്ടുമിക്കപ്പെട്ട എല്ലാ ലാംഗ്വേജിലും നമ്മൾ സാധാരണ 2/ ഇട്ടിട്ടാണ് കമൻറ്റ്സ് എഴുതുന്നത്. കാരണം C ലൈക്ക് ലാംഗ്വേജിലെല്ലാം എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ചില ലാംഗ്വേജ് പൈത്തണിൽ എനിക്ക് തോന്നുന്നു ഹാഷ് അല്ലേ, ഹാഷ് നമ്മൾ കമൻറ്റ്സ്. സിംഗിൾ ലൈൻ ആണെങ്കിൽ ഹാഷ് ആയിരിക്കും. അതെ അതെ. മൾട്ടി ലൈൻ ആണെങ്കിൽ നമ്മൾ 3 കോട്ട്സ് ഇടാൻ പറ്റും. യെസ്, ഓക്കെ. നമ്മൾ കമൻറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ C ലൈക്ക് ലാംഗ്വേജിലാണെങ്കിൽ ഏതിലും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിലും നിങ്ങളുടെ ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ജനറലി ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഒരു കമൻറ്റ് എഴുതുമ്പോൾ 2/ ഇട്ട ശേഷം ഒരു സ്പേസ് ഇട്ടിട്ടായിരിക്കണം കമൻറ്റ് എഴുതുന്നത്. നമ്മളിങ്ങനെ എഴുതി, ദിസ് ഈസ് എ കമൻറ്റ് എന്ന് ഇവിടെ എഴുതി കഴിയുമ്പോൾ ഇതുണ്ടോ, ആ ഒരു പാറ്റേൺ ശ്രദ്ധിക്കണം. ഫസ്റ്റ് 2/ ഇട്ടു, പിന്നെ ഒരു സ്പേസ് ഇട്ടു, പിന്നെ കണ്ടോ ഇതൊരു സെൻറ്റൻസ് ആയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. നമ്മളൊരു ഇപ്പോൾ നമ്മുടെ റെസ്യൂമെ ഒരു കമ്പനിക്ക് അയക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സെൻറ്റൻസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ചെയ്യും, ഓരോ സെൻറ്റൻസ് കഴിയുമ്പോഴും ഫുൾ സ്റ്റോപ്പ് ഇടും അല്ലേ? നമ്മൾ അവിടെ അത് ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെ കോഡിങ്ങിലും അത് നമ്മൾ ഫോളോ ചെയ്യണം. എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് ഒരു പാറ്റേൺ എന്ന് പറയുന്നത്? ഓക്കെ, പിന്നെ ഫുൾ സ്റ്റോപ്പ് ക്ലീൻ ആയിരിക്കണം. യെസ്, എക്സാക്ട്ലി. പിന്നെ ഫുൾ സ്റ്റോപ്പ് ലാസ്റ്റ് ഇടണം. ഒരു സെൻറ്റൻസ് അവസാനിക്കുന്ന രീതിയിലാണെങ്കിൽ അത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വേണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതെല്ലാ കേസിലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, കമൻസിൻ്റെ രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ എഴുതിയ കോഡ് എന്തെങ്കിലും ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട തൽക്കാലത്തേക്കെങ്കിലും നമ്മളിപ്പോൾ ഇങ്ങനെ കമൻസ് ആയിട്ട് അതിനെ എഴുതാറുണ്ട്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ജസ്റ്റ് ആ ഫുൾ സ്റ്റോപ്പിൽ അവസാനിപ്പിക്കാനൊന്നും നോക്കരുത്. കാരണം അത് പിന്നീട് വേറെ എററിലേക്ക് നയിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് നേടേണ്ട ആവശ്യമില്ല. അല്ലാത്ത കേസിൽ കമൻസ് ഇങ്ങനെ എഴുതുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ 2/ ഇടുക, സ്പേസ് വേണം, ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്, അതേപോലെ തന്നെ ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പിൽ അത് അവസാനിപ്പിക്കാമെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും നമുക്കതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കിയാൽ കമൻസിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ C# ആണെങ്കിൽ തന്നെ C# കോഡിംഗ് കൺവെൻഷൻ സെർച്ച് ചെയ്യുക, കോഡിംഗ് കൺവെൻഷൻസ്. ഇപ്പോൾ ജാവ ആണെങ്കിൽ ജാവ കോഡിംഗ് കൺവെൻഷൻ സെർച്ച് ചെയ്യുക, പൈത്തൺ ആണെങ്കിൽ അതിൻ്റെ സെർച്ച് ചെയ്യുക. അപ്പോൾ ഓരോ ലാംഗ്വേജിനും അതിൻ്റെ കിട്ടും. ഇപ്പോൾ നമുക്ക് ആദ്യം C# ഒന്ന് നോക്കാം.
അപ്പോൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ കണ്ടോ കോഡിംഗ് കൺവെൻഷൻസ് ഫോളോ ചെയ്യേണ്ട എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് കോഡിംഗ് കൺവെൻഷൻസിനെ കുറിച്ച് പിന്നീട് ഒരു ഡിസ്കഷൻ തന്നെ വെക്കാം അല്ലേ. ഇപ്പോൾ നമുക്ക് കമൻസ് അത് തന്നെ തന്നെ അത് ഫോക്കസ് തന്നെ ചെയ്യാം. ഒരു വലിയ ടോപ്പിക്കാണ്. അതെ അതെ. അപ്പോൾ നമ്മൾ കമൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു താഴെ ഉണ്ടാവും. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലേസ് ദ കമൻറ്റ് ഓൺ എ സെപ്പറേറ്റ് ലൈൻ നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ ഓഫ് കോഡ്. സാധാരണ കാണാറുള്ള ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഡ് ഇപ്പോൾ ഇങ്ങനെ എഴുതി, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എഴുതിയ ശേഷം ഇതിൻ്റെ ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കമൻറ്റ് എഴുതാറുണ്ട്. അപ്പോൾ കമൻസ് എഴുതുവാണെങ്കിൽ നമ്മൾ എഴുതുന്ന ആ ലൈനിൻ്റെ മുകളിൽ എഴുതുക എന്താണ് കാര്യം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. കമൻറ്റ് ഷുഡ് ബിഗിൻ വിത്ത് ആൻ അപ്പർ കേസ് ലെറ്റർ നമ്മൾ കണ്ടിരുന്നു. ഇനി എൻഡ് ചെയ്യുമ്പോൾ ഒരു പീരീഡിൽ അവസാനിക്കണം. പിന്നെ ഇത് കണ്ടോ ഇവിടെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ കമൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. പിന്നെ പലരും ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കമൻറ്റ് സെക്ഷൻ അങ്ങ് അലങ്കരിക്കും, സ്റ്റാറും ഹാഷൊക്കെ ഇട്ട് അലങ്കരിക്കാറുണ്ട്. അത് കണ്ടോ, ഡോണ്ട് ക്രിയേറ്റ് ഫോർമാറ്റഡ് ബ്ലോക്ക് ഓഫ് ആസ്ട്രിക്സ് അറൗണ്ട് കമൻറ്റ്സ്. നമുക്ക് അങ്ങനത്തെ ഡെക്കറേഷൻ്റെ ആവശ്യമില്ല കമൻസിൽ. പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാൻ തീരുമാനിച്ചു. ഇപ്പോൾ 2 സ്ലാഷ് സ്റ്റാർട്ടിങ്ങിൽ കുറെ ഇടും, ഇങ്ങനെ എൻഡിങ്ങിൽ കുറെ ഇടും. അതെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ നല്ല ഭംഗിയായിട്ട് കമൻസ് ഇങ്ങനെയൊക്കെ എഴുതി വെക്കാറുണ്ട്. അത് വേണ്ട, അത് നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു പ്രാക്ടീസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇനി പറഞ്ഞിട്ടുള്ളത് എൻഷുർ ഓൾ പബ്ലിക് മെമ്പേഴ്സ് ഹാവ് നെസസറി XML കമൻറ്റ്സ്. ഇത് C# സ്പെസിഫിക് ആണ്. അപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മൾ പൈത്തണിലൊക്കെ ആണെങ്കിൽ ഡോക് സ്ട്രിങ് എന്ന് പറയും, ഒരു ഡോക്യുമെൻറ്റേഷൻ എഴുതണം, ഒരു ഫംഗ്ഷൻ എന്തിനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കമൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. എന്നാൽ നമുക്ക് കമൻസിൻ്റെ ഒരു കമൻസ് അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായി. ഇനി കമൻസ് എഴുതരുതാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചിലപ്പോൾ വന്നിരിക്കും. എവിടെയാണ് ഇത് എഴുതരുതാത്തത്? ഇപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരാളുടെ നെയിം ഒന്ന് സ്ക്രീനിൽ നിന്ന് റീഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതുന്നു, സ്ട്രിങ് അല്ലെങ്കിൽ വാർ എന്ന് എഴുതാം. വാർ നെയിം ഈക്വൽ ടു, കോഡിംഗ് കൺവെൻഷൻ പ്രകാരം അവിടെ വാർ ഉപയോഗിക്കരുതെന്നാണ്. അപ്പോൾ നമുക്ക് സ്ട്രിങ് തന്നെ ഉപയോഗിക്കാം. സ്ട്രിങ് നെയിം ഈക്വൽ ടു, എന്നിട്ട് നമ്മൾ പറയുകയാണ് കൺസോൾ ഡോട്ട് റീഡ് ലൈൻ. കൺസോളിൽ നിന്നൊരു ലൈൻ റീഡ് ചെയ്യുക. അപ്പോൾ യൂസർ എന്താണ് പേര് പറയുന്നതെന്ന് കൺസോളിൽ നിന്ന് റീഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ പൈത്തണിലൊക്കെ ഇൻപുട്ടിന് ഇക്വലൻ്റ് ആണ്, അത്രേ ഉള്ളൂ. കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ കൊടുത്തിട്ട് നമ്മളിവിടെ വാട്ട്സ് യുവർ നെയിം അല്ലെങ്കിൽ എൻ്റർ യുവർ നെയിം എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ചെയ്യരുതാത്ത കാര്യത്തിലേക്ക് പോകാം. നമുക്ക് ഇയാളുടെ പേരും കൂടെ ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ നെയിം, കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ ബ്രാക്കറ്റിൽ നെയിം എന്ന് എഴുതി. അപ്പോൾ ചെയ്യരുതാത്തൊരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 2 സ്ലാഷ് ഇട്ടു, അതിനുശേഷം റീഡിങ് നെയിം ഫ്രം കൺസോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കമൻറ്റ് എഴുതിയാൽ പ്രശ്നം? നമ്മളെന്താണ് ചെയ്തതെന്നല്ലേ നമ്മൾ എഴുതി വെച്ചേക്കുന്നത്, അങ്ങനെ ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ നമുക്കതൊന്ന് നോക്കാം. എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എക്സാമ്പിൾ മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ, ഇതെന്ത് ജീവിയാ? പൂച്ചയാണ്. അപ്പോൾ പൂച്ചയാണ് നമുക്ക് ഇമേജ് കണ്ടപ്പോൾ മനസ്സിലായി. ഓക്കെ, പക്ഷേ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന കമൻറ്റ് എങ്ങനെയാണെന്നറിയോ? ഇത് കോഡിംഗ് അറിയാവുന്ന ഏതൊരു മനുഷ്യനും വായിച്ചാൽ മനസ്സിലാവും. അത് കൺസോളിൽ നിന്ന് റീഡ് ചെയ്യുന്നതാണ്. C# അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ പൈത്തൺ ആണെങ്കിൽ ഇൻപുട്ട് കണ്ടാൽ ആർക്കും മനസ്സിലാവും അത് കൺസോളിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി അതിനെ അത് സ്വയം എക്സ്പ്ലെയിൻ ചെയ്യുന്നു അത് എന്താണെന്നുള്ളത്. പക്ഷേ നമ്മൾ എക്സ്ട്രാ കമൻറ്റ് എഴുതുമ്പോൾ നമ്മൾ പറയാണ് ഇതൊരു ക്യാറ്റാണ്, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇതാണ് കമന്റിന്റെ ഫോട്ടോ മനസ്സിലാവും. അതെ അതെ, ഇതല്ല കമന്റ്. കമന്റിന്റെ ഉപയോഗം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഉപയോഗിക്കാതെ ഈ ഒരു മെത്തേഡിൽ കാര്യം ചെയ്തു, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് കമന്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ ശരിയായിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾക്കാരെല്ലാരും ചെയ്യുന്ന ഒരു എന്താ പറയുക പ്രോസസ്സാണ്. പക്ഷെ ഈവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഓക്കെ ഇത് കുഴപ്പമില്ല, അതെ, അത് പഠിക്കാനാണെന്നുള്ള പഠിക്കാനാണ്. അത് തന്നെ, ഇത് നോക്കി നോട്ട് എഴുതാനും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കാണാം. പക്ഷെ എന്നാലും ഇത് ഈ പ്രാക്ടീസ് എല്ലാവരും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വലിയ പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഈ സെയിം പ്രോസസ്സ് തന്നെ എല്ലാ ലൈനിലും കമന്റ് എഴുതുന്ന ആൾക്കാരുണ്ട്. അതെ അതെ അതെ, അങ്ങനെയുണ്ട്. അപ്പോൾ അത് അത്ര നല്ല പ്രാക്ടീസ് അല്ല. അപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ. കമന്റ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടി ലൈൻ കമന്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ എന്തിന് ഒരു പർട്ടിക്കുലർ മെത്തേഡ് അവിടെ ഫോളോ ചെയ്യും, എന്തുകൊണ്ട് അത് ഉപയോഗിച്ചു, എന്താണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാനാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ അല്ലത്. ഈ കമന്റ് കമന്റ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള മെയിൻ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ കോഡ് ക്ലീൻ ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ മെയിൻ ആയിട്ട് ഉദാഹരണം ഇപ്പോൾ വേരിയബിൾസ് ഒക്കെ നെയിം ചെയ്യുമ്പോൾ സാധാരണ ആളുകൾ ചെയ്യുന്നത് എന്താ, XY Z അങ്ങനെയൊക്കെ നെയിം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു വലിയ പ്രോഗ്രാം എഴുതുമ്പം അവസാനം നമുക്ക് ആ വേരിയബിൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു ഐഡിയ ഉണ്ടാവില്ല.
അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക്കലി ഒരു കമന്റ് ഇടേണ്ടി വരും. ഓക്കെ, അതെ ഈ അതെ വേരിയബിൾ ഇതാണ് ചെയ്യുന്നതെന്ന്. അതെ പക്ഷെ അതില് അത് ഒഴിവാക്കാനായിട്ട് വേരിയബിൾ നെയിം ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് നെയിം ചെയ്യുവാണെങ്കിൽ, അതെ അതെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ലിങ്ക്ഡിനിൽ ഒരു ഇത് കണ്ടു. ഉം, ഉം. എന്താ പറയാ, നമ്മളൊരു വേരിയബിൾ നെയിം ചെയ്യുമ്പം ആ ഒരു കൊച്ചിന് പേരിടുന്ന പോലെ ലൈക്ക് അത്ര യെസ് അതെ അതെ അങ്ങനെ അത്ര ചെയ്യണം. ആയിട്ട് ചെയ്യണം. ലൈക്ക് നമ്മൾ ക്ലാരിറ്റി ആയിട്ട് ചെയ്യണമെന്ന്. അപ്പൊ ആ അതെ വേരിയബിൾ അതെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം അതെ അത് അതെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അത് ശരിയാ. ഇപ്പോൾ ഒരാളുടെ പേരാണ് റീഡ് ചെയ്യുന്നത്, വാർ എക്സ് ഉം. ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയേക്കാളും നമ്മൾ വാർ നെയിം എന്ന് എഴുതിയാൽ പിന്നീട് എത്ര വർഷം കഴിഞ്ഞാണ് ആ ഒരാൾ വന്ന് നോക്കുന്നതെങ്കിലും ഇത് അത് ആളുടെ തന്നെ. പേരാണ് എന്ന് മനസ്സിലാവും. കാരണം ഇതൊരു വലിയ പ്രോഗ്രാം ആവുമ്പോൾ, ചെറുതാവുമ്പോൾ യെസ് കുഴപ്പമില്ല. പക്ഷെ വലിയ പ്രോഗ്രാം ആവുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ അതെ അതെ ഒരു വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല ഈ മനസ്സിലാവില്ല. വേരിയബിളിന്റെ പ്രോസസ് ഉം. അല്ലെങ്കിൽ പർപ്പസ് എന്താണെന്ന്. അപ്പൊ അപ്പോൾ നമ്മൾ അതിന് പിന്നെയും വേണ്ടിയിട്ടൊരു കമന്റ് കോഡ് നമ്മൾ എഴുതേണ്ടി വരും. അത് കമന്റ് നമുക്ക് എഴുതേണ്ടി വരും. ഒഴിവാക്കാം. പിന്നെ നമ്മൾ യെസ് ബാക്കിൽ പോയി വേരിയബിൾ എന്താണെന്ന് തപ്പേണ്ടി വരും. ഉം, സോ ഉം. അത് അഗെയിൻ എനിക്ക് അതെ തോന്നുന്നു ഇത് തന്നെ ഒരു വേറൊരു ടോപ്പിക്കാണ് വേണമെങ്കിൽ ഡിസ്കസ് അതെ ചെയ്യാവുന്നത്. അത് ഈ നമുക്ക് അടുത്ത വേരിയബിൾ ദിവസം നെയിമിംഗ് അതെ കൺവെൻഷൻസ് അതെ അല്ലേ. ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പൈത്തൻ്റെ ഉം. കേസിലും കൂടെ നമുക്ക് അങ്ങനെയാണെങ്കിൽ കമൻസ് ഒന്ന് നോക്കാം അല്ലേ. പൈത്തൻ്റെ കേസിൽ നമ്മൾ ഉം. ഹാഷാണ് ഉപയോഗിക്കുന്ന കമൻസ്. സാധാരണ മൾട്ടി അതെ. ലൈൻ എഴുതാനും പൈത്തണിൽ മറ്റേ കോഡ്സ് ഉപയോഗിക്കാമെങ്കിലും ഹാഷ് ഇട്ടിട്ട് ചെയ്ത് കാണാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉം. നമ്മളൊരു കമൻറ്റ് എഴുതണമെങ്കിൽ നമ്മൾ ഹാഷ് ഇടുക, അതിന് ശേഷം പറയുന്ന ഒരു സ്പേസ് ഇടുക എന്നുള്ളത് കേട്ടോ. പൈത്തണിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പൈത്തൻ്റെയും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പൈത്തണിൽ ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. ദിസ് ഈസ് എ കമൻറ്റ് കണ്ടോ, ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യും. ഇപ്പോൾ പൈത്തൻ്റെ കമൻസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ കമൻസ് എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പൈത്തൺ കോഡിംഗ് കൺവെൻഷൻ എന്ന് സെർച്ച് ചെയ്താൽ മതി, നമുക്ക് കിട്ടും. അപ്പോൾ പൈത്തനും ഓരോ ലാംഗ്വേജിനും ഉണ്ട് തന്നെ പെപ്പൈറ്റ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും കമൻസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ വ്യക്തമായിട്ട് അതിനുള്ള ഗൈഡ് ലൈൻസ് എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. നമ്മളത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. നമുക്കതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും കമൻസ് എന്നുള്ള ഹെഡിങ് കണ്ടാവെന്ന് പറയണേ. അതാ ഇവിടെ ഉണ്ടല്ലോ, പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വന്ന് കണ്ടില്ലേ കമൻസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. ഹാഷ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫുൾ സ്റ്റോപ്പിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നോർമലി ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതുന്നതെങ്കിൽ അതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ എഴുതാം. സോറി, ഇന്ത്യൻ എന്നല്ല, നമ്മൾ പഴയ ലാംഗ്വേജിൽ നിന്ന് വന്നപ്പോൾ പെട്ടെന്ന് അതും കൂടെ കൂടെ പോകും. അതെ. എക്സ് ഈക്വൽ ടു 10 എന്ന് എഴുതി. എന്നിട്ട് നമുക്കിതൊരു കമൻ്റ് ആയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊണ്ട് എഴുതി വെക്കരുത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഡയറക്റ്റ് ലൈനിൽ കമൻറ്റ് എഴുതുന്നത് നല്ലതല്ല. അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പൈത്തൺ ഡോക്യുമെൻറ്റേഷനിൽ അത് തന്നെയാണ് പറയുന്നത്. ഇനി ഇങ്ങനെ എഴുതിയേ പറ്റുമെങ്കിൽ 2 സ്പേസ് ഇടുക. ഒരു സ്പേസ് 2 സ്പേസ് ഇടുക എന്നുള്ളതാണ്. ഒരു സ്പേസ് അറ്റ്ലീസ്റ്റ് ഇടണം, പക്ഷേ 2ആണ് ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 സ്പേസ് ഇട്ട ശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് ഇവിടെയാണ് ഒരു സ്പേസ് ഇടേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കമൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത് ഇനി മുതൽ നിങ്ങളിങ്ങനെ അല്ലായിരുന്നു ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ കമൻസ് എഴുതി പഠിക്കുക ഇനി മുതൽ. ജാവയ്ക്കും അതേപോലെ തന്നെ ഏതൊരു ലാംഗ്വേജിനും അതിൻ്റേതായ മെത്തേഡുണ്ട് കമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പിന്നെ ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഇപ്പം നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ നിങ്ങളുടെ ഒരു കോഡിങ്ങിനോടുള്ള ഒരു ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് ഒരു പരിധി വരെ പ്രതിഫലിപ്പിക്കും. അതുമല്ല, അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊരു ടീമായിട്ട് പ്രൊജക്ട് ചെയ്യണം. അപ്പം വേറൊരാളുടെ പ്രൊജക്ട് രണ്ടുപേര് കോഡ് ചെയ്യുമ്പോൾ മറ്റേ ആളുടെ കോഡ് നമ്മൾ അതിൽ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. നമ്മൾ ഓരോ ലൈനിൽ കമന്റും അല്ലെങ്കിൽ വേരിയബിൾ നെയിംസ് ലൈക്ക് എക്സ് വൈ എന്നൊക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ് മറ്റേ ആൾക്ക് ചെയ്യാൻ. പക്ഷെ അത് ക്ലീൻ ആണെങ്കിൽ, എല്ലാം കോഡ് ക്ലീൻ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ് മറ്റേ ആൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ നമുക്ക് കമന്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്? വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഇല്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഞങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ ജസ്റ്റ് ഒരു ഡിസ്കഷൻ പോലെ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഫിക്സ് ചെയ്യും. ഇനി അതിലും ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.